ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ദാറ്റ് ഈസ് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പാർട്ട് 3. സോ അപ്പം കഴിഞ്ഞ രണ്ട് പ്രീവിയസ് ക്ലാസ്സിന് നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക, നമ്മളത് അത് പഠിക്കാനുപരി ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ ചോദിക്കുന്ന ഒരു ആസ്പെക്റ്റ് വേണം. അതായത് അത് ചെയ്യേണ്ട ഒരു രീതിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിച്ചത്, അതിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഒരു ആസ്പെക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പ് വഴിയാണ് ചെയ്യുന്നത്, അതിനകത്ത് അതിലെന്താണ് ചോദിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു പ്രോബ്ലം കാണാപ്പാഠം ചെയ്യാൻ പഠിച്ചിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമായില്ല. കാരണം ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് ചോദ്യം ചോദിക്കാനകത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും, ചെയ്യാൻ പറ്റിയല്ല, നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. അപ്പം ഓരോ ചോദ്യത്തിനകത്തും അതിനകത്ത് തന്നെ അതിൻ്റെ ആസ്പെക്റ്റ് എന്താണ്, അതിനകത്ത് എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോക്സ് മെത്തേഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ബാക്കി ടോപ്പിക്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് എന്താ ചെയ്യുക, ഫസ്റ്റ് ചോദ്യം വായിക്കുക, എന്നിട്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് തെറ്റിപ്പോവാണെങ്കിൽ തെറ്റിപ്പോട്ടെ, അതിപ്പം നമുക്ക് എന്നിട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ കറക്ഷൻ ചെയ്യണം. നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മൾ ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല. നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എവിടെ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഓർത്തിരിക്കും, ഇവിടെ ഇങ്ങനെ ചെയ്താൽ നമുക്കത് തെറ്റിപ്പോകും. അല്ലാണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് അതേപടി തന്നെ കോപ്പി അടിച്ച് നോട്ട് എഴുതിക്കൊണ്ട് പോയാൽ നമുക്ക് പഠിക്കാൻ നല്ല പാടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോ ചോദ്യങ്ങളും, അതായത് ഓരോ ടോപ്പിക്കിൻ്റെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ചോദ്യമാണ്, രണ്ട് ചോദ്യമായിരിക്കും ചെയ്യിക്കുന്നത്. അപ്പം വേറെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ചെയ്താലേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ 7 Indians, 5 Pakistanis and 6 Dutch be seated in a row so that all persons of the same nationality sit together? ഇത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3 factorial, 7 factorial into 5 factorial into 6 factorial. സി എന്ന് പറയുന്നത് 3 factorial into 7 factorial into 5 factorial into 6 factorial. ഡി എന്ന് പറയുന്നത് 18 factorial. ഇപ്പോൾ നിങ്ങളിത് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ നോക്കും. നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അത് ഇവിടെ തന്നേക്കണം എങ്ങനെയാണ്, ഇത്ര ആൾക്കാരെ തന്നിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യണം, ഇവരെല്ലാം ഒരേ റോ അനുസരിച്ച് ഇരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതൊരു ബോക്സ്, ഫസ്റ്റ് ഞാൻ ഒരു ബോക്സിലേക്ക് എല്ലാത്തിനെയും ഓരോ ബോക്സിലാക്കുമെന്ന് വെച്ചു. ഇതിനകത്ത് എത്ര പേരുണ്ട്, 7 Indiansനെ ഒരു ബോക്സാക്കി. അതുപോലെ തന്നെ 5 പാകിസ്ഥാനീസിനെ ഒരു ബോക്സിലാക്കി. അതുപോലെ തന്നെ 6 ഡച്ചിനെ നമ്മൾ എന്തായി ഓരോ ബോക്സിലാക്കി. അതായത് ഇതിനകത്ത് എത്ര പേരുണ്ട്, I1, I2 അങ്ങനെ എത്ര പേരുണ്ട്, I7, 7 Indians ആണ്. അതുപോലെ തന്നെ ഇതിനകത്താണെങ്കിൽ P1, അങ്ങനെ P2 സച്ച് ദാറ്റ് P5 വരെ വരും. ഇതാണെങ്കിൽ D1, D2 അങ്ങനെ എത്ര പേര് വരും, D6, 6 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇതിനകത്ത് ഈ ഓരോ ബോക്സിൽ ഞാനിപ്പം ഈ എല്ലാത്തിനെയും ഓരോ ബോക്സിലാക്കി എന്ന് വിചാരിച്ചു. അപ്പം ഈ ബോക്സിൽ ഇന്ത്യൻസ്, പാകിസ്ഥാൻ, ഡച്ച്, ഈ ബോക്സിനെ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവരോട് വരേണ്ടതെന്ന് വെച്ചാൽ ഇവർ സെയിം നാഷണാലിറ്റി സിറ്റ് ടുഗദറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബോക്സിലേക്ക് ആക്കി വെച്ചത്. എന്നാൽ പിന്നെ ഇവരെപ്പോഴും ഒരുമിച്ചല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പം ഈ ഒരുമിച്ചിരിക്കുന്ന ഈ ഓരോ ബോക്സുകളെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതിന് എത്ര ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് 3 ഫാക്ടോറിയൽ ബേസിൽ എന്തിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, ഈ 3 എണ്ണത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ, 3 ബോക്സുകളെ. അതൊന്ന് പ്ലസ് ഇനി അതിൻ്റെ കൂടെ എന്താണ്, ഓരോ 7 ഇന്ത്യൻസിനെ എനിക്ക് അവരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഇനി നമ്മൾ ഇന്റേണൽ റീഅറേഞ്ച്മെൻറ്റ് നോക്കുകയാണ്. അപ്പം ഇന്ത്യൻസിൻ്റെ കേസിലാണെങ്കിൽ അത് 7 ഫാക്ടോറിയൽ ബേസിൽ ഇന്റേണൽ റീഅറേഞ്ച് ചെയ്യാം. ഇനി പാകിസ്ഥാനികളാണെങ്കിൽ അത് എത്ര പേരുണ്ട്, 5 പേരുണ്ട്. അപ്പോൾ അത് 5 പേരെ 5 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഡച്ച് ആണെങ്കിൽ 6 പേരുണ്ടായതുകൊണ്ട് 6 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ബേസ് എത്രയാണ്, ഇൻ ഹൗ മെനി വേസ് എന്ന് പറയാൻ നേരത്ത്, ടോട്ടൽ ബേസ് എന്ന് പറയാൻ നേരത്ത് എന്ത് വരും, നമുക്ക് എന്തൊക്കെ വേണം. അതായത് നമുക്കറിയാം ഇത് ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ് എടുത്ത് എഴുതുവാണെങ്കിൽ ഇപ്പം ഇന്ത്യൻസിനെ 7 ഫാക്ടോറിയൽ ഇൻറ്റേർണൽ റീഅറേഞ്ച് ചെയ്യാം, ഇൻറ്റു പാകിസ്ഥാനികൾ 5 ഫാക്ടോറിയൽ ബേസ് ആൻഡ് ഡച്ച് 6 ഫാക്ടോറിയൽ. ഇത്രയും ഫാക്ടോറിയൽ എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം.
ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെല്ലാം ബോക്സിലാക്കി വെച്ച ആ ബോക്സ് എനിക്ക് 3 ഫാക്ടോറിയൽ ബേസിൽ റീഅറേഞ്ച് ചെയ്യാൻ മേലെ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? 3 ഫാക്ടോറിയൽ ബേസിലൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇതാണ് അതിൻ്റെ ടോട്ടൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എത്ര? ഓപ്ഷൻ സി. ഇതാണ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു മെത്തേഡ്, അതായത് ഗ്യാപ്പ് മെത്തേഡ് എന്ന് നമ്മൾ പറയും. ഇതിനകത്ത് നിങ്ങൾ ചോദിക്കുന്നത്, അതായത് ആദ്യത്തെ ചോദ്യം നോക്കി, നമ്മൾ ഇത്ര നേരം കണ്ടത് ഒരുമിച്ചാക്കുക എന്നുള്ളതാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ കണ്ടത് ഓരോന്ന് ഇത്ര വവൽസ് ഒരുമിച്ചാക്കുക അല്ലെങ്കിൽ കൺസണൻസ് ഒരുമിച്ചാക്കുക. പക്ഷേ ഇവിടെ എന്താണ്? നോട്ട് ടുഗെദർ ആണ്. ഇതിനാണ് നമ്മൾ ഗ്യാപ്പ് മെത്തേഡ് വെച്ചാണ് നമ്മളിത് സോൾവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ചോദ്യത്തിനകത്ത് ചോദിച്ചിരുന്നത്, ഇൻ ഹൗ മെനി വേസ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ബിഗിൻസ് ക്യാൻ ബി അറേഞ്ച് സച്ച് ദാറ്റ് വവൽസ് ആർ നോട്ട് ടുഗെദർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനകത്ത് വവൽസ് ഒരുമിച്ച് വരുന്ന കേസ് പഠിച്ചു. ഇനി വവൽസ് എന്താ ഒരിക്കലും ഒരുമിച്ച് വരരുത്, ഈ ഒരു കേസിലേക്കാണ്. ഇപ്പം ഇത് നമുക്ക് പല രീതിയിൽ ഞാൻ സോൾവ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുക്കുക, അതായത് ഏത് രീതിയാണ് എളുപ്പമെന്നത്. അതിനകത്ത് ലാസ്റ്റാണ് നമ്മൾ ഈ ഗ്യാപ്പ് മെത്തേഡ് കാണിക്കും. എന്നിട്ട് ഗ്യാപ്പ് മെത്തേഡ് വെച്ചുള്ള 2-3 പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, നമുക്കിത് 2 രീതി ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഇതിൻ്റെ നോട്ട് ടുഗദർ എന്ന് ചോദിച്ചാണ്. അപ്പോൾ നമുക്കിത് ടോട്ടൽ എത്ര ബേസിൽ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? ടോട്ടൽ ഈ ബിഗിൻസ് എന്ന് പറയുന്നത് എത്ര വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സാണുള്ളത് അല്ലേ? ഇപ്പോൾ ഈ 6 ലെറ്റേഴ്സിനെ നമുക്ക് ടോട്ടൽ എത്ര റീഅറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്? 6 ഫാക്ടോറിയൽ ബേസിൽ എന്താണ് ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വവൽസ് ടുഗദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതായത് വവൽസ് ടുഗദർ നമ്മളോട് ചോദിച്ചാണെങ്കിൽ നോട്ട് ടുഗദർ ആണ്. പക്ഷെ നമുക്ക് വവൽസ് ടുഗദർ ആയിട്ട് എത്ര ബേസിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ് അല്ലേ? ഇതിനകത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ BGNS 4 എടുത്തു. പിന്നെ വവൽസ് ടുഗദർ ഒരുമിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ഇയും ഐയും അല്ലേ? ഇത് ഒരുമിച്ച് ചെയ്യും. നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. അതായത് നമ്മളിത് മൊത്തത്തിന് എന്തായിട്ട് എടുക്കും? ഇത് ഫുള്ള് 5 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിനകത്ത് എന്ത് വരും? ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ് 2 ഫാക്ടോറിയൽ ബേസിൽ വരും. അപ്പോൾ ടോട്ടൽ വവൽസ് ടുഗദർ എത്ര ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും? വവൽസ് ടുഗദർ അറേഞ്ച് ചെയ്യാം. അപ്പം ഇതിനകത്ത് ടോട്ടൽ 6 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് ഈ വേർഡിനെ, ബിഗിൻസ് എന്ന് പറഞ്ഞ വേർഡിനെ അറേഞ്ച് ചെയ്യാം. അതിനകത്ത് വവൽസ് ടുഗദർ ആയിട്ട് വരുന്ന എത്രയാണ്? 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ബേസിൽ വവൽസ് ടുഗദർ ആയിട്ടുള്ളത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വവൽസ് നോട്ട് ടുഗദർ കണ്ടുപിടിക്കാൻ മേലെ ഇത് നമ്മൾ മൈനസ് ചെയ്താൽ പോലെ. അതായത് നമ്മുടെ ഇക്വേഷൻ 1 ഇത് 2 ഇക്വേഷൻ 2 ആണെന്ന് വിചാരിച്ചു. അപ്പം വവൽസ് നോട്ട് ടുഗദർ കേസ് തന്നെ അതായത് ചോദിച്ചേക്കുന്നത് വവൽസ് നോട്ട് ടുഗദർ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടലിൽ നിന്ന്, അതായത് നമ്മുടെ ഇക്വേഷൻ 1 അല്ലേ, ടോട്ടൽ നമ്മൾ 6 ഫാക്ടോറിയൽ നിന്ന് കണ്ടുപിടിച്ച ഇക്വേഷൻ 1ൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? വവൽസ് ടുഗദർ ഉള്ളത് മൈനസ് ചെയ്താൽ പോരെ? ഇത് രണ്ടും ചെയ്യാൻ നേരത്തെ നമുക്ക് ആൻസർ കിട്ടില്ലേ? അതായത് 6 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നുള്ളത്. ഇത് നമുക്ക് കിട്ടാൻ നേരത്തെ എത്ര കിട്ടും? 6 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്ര തന്നെ? 720 മൈനസ് 5 ഫാക്ടോറിയൽ 120 ഇൻറ്റു 2 ഫാക്ടോറിയൽ 240 കിട്ടും. ബേസ് ഈക്വൽ ടു എത്ര കിട്ടും? 480 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടി. അതായത് വവൽസ് നോട്ട് ടുഗദർ എന്നുള്ളത് ഈ ബിഗിൻസ് എന്നുള്ള വേർഡ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 480 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഇനി ഇതല്ലാണ്ട് വേറൊരു മെത്തേഡ് ഇത് ചെയ്യാം. അതായത് ഓർ ഇട്ടിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് വഴി നമുക്കിത് കണ്ടുപിടിക്കാം പെട്ടെന്ന് തന്നെ. അതിനാണ് നമ്മൾ ഗ്യാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ ചോദിച്ചാൽ ഇവിടെ ചോദിച്ചാൽ എന്താണ്? വവൽസ് ഒരുമിച്ച് വരാൻ പാടില്ല അല്ലേ? നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിഗിൻസ് അല്ലേ? ഇതിനകത്ത് ഇയും ഐയും ആണ് വവൽസ്. ഇതൊരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വവൽസ് അല്ലാത്ത കൺസണൻസിലെ അതിനെ ഫസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യും. അതായത് BGNS ഇതിനെ നമ്മൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ഇതിന് ചുറ്റും എത്ര ഗ്യാപ്സ് ഉണ്ട്? ഇവിടെ 1 2 3 4 5. അതായത് ഇതിനകത്ത് നമ്മളിങ്ങനെ ഫസ്റ്റ് ഈ BGNS ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ ഇപ്പം ഈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേറെ ഒന്നും വരികയല്ലോ. പിന്നെ അടുത്ത് വരുന്ന ഇയോ അല്ലെങ്കിൽ ഐയോ വരുന്ന ഇപ്പുറത്തായിരിക്കും. അപ്പോൾ ഏതായാലും ഇത് ഒരുമിച്ച് വരാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഗ്യാപ്പ് മെത്തേഡ് ചൂസ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അറേഞ്ച് ചെയ്തു. ഇനി ഈ ഒരു BGNS നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇതിനെ, അതായത് BGNS ഇതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും? 4
ഡിഫറെൻറ്റ് ലെറ്ററാണ്. അപ്പോൾ അതിനെ 4 ഫാക്ടോറിയൽ ബേസിൽ അതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഗ്യാപ്സ് എത്രയാണ്? 1 ഉണ്ട്, 1 ഗ്യാപ്പുണ്ട്, 2, 3, 4, 5 ഗ്യാപ്പുണ്ട്. ഈ 5 ഗ്യാപ്പുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇയും ഐയും, നമ്മുടെ വവൽസ് ഏതൊക്കെയാണ്? ഇ ആൻഡ് ഐ ആണ്. ഇ ആൻഡ് ഐ ഈ 5 ഗ്യാപ്പുകളിൽ നമുക്ക് പല പൊസിഷനായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം ഇതൊരു കോമ്പിനേഷൻ ഇത് വരാൻ നേരത്ത് എത്രയാണ്? അതായത് വവൽസ് നമുക്ക് എത്ര പ്ലേസ് ഫില്ല് ചെയ്യാൻ പറ്റും? 5 പ്ലേസസിൽ വവൽസ് ഫില്ല് ചെയ്യാം. അത് എത്ര രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? അതായത് 5 പ്ലേസസ് ഉണ്ടായത് ഇവിടെ എത്ര വവൽസാണ് ഉള്ളത്? 2 വവൽസ്. ഗ്യാപ്സ് എത്രയാണ് ഉള്ളത്? 5 ഗ്യാപ്പുണ്ട് അല്ലേ? കാരണം 4 ലെറ്റേഴ്സാണുള്ളത്. ആ 4 ലെറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് 5 ഗ്യാപ്പ് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം 5 ഗ്യാപ്പും വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ വേസ് എത്രയാണ് പോസിബിൾ ആണ്? വവൽസ് ഈ ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്യാനുള്ളത്. അതായത് ഗ്യാപ്പിൽ ഈ 5 ഗ്യാപ്പിൽ വവൽസ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 2 വവൽസ് 5C2 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഫില്ല് ചെയ്യാം. ഓക്കെ, 5C2 വേസിൽ ഇതിനെ ഫില്ല് ചെയ്യാം. ദാറ്റ് ഈസ് എത്ര വരും? 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2. മൊത്തം എത്ര കിട്ടും? 10 വേസ് അല്ലേ? 10 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫില്ല് ചെയ്യാം. അതായത് വവൽസ് ഈ ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി തീർന്നിട്ടില്ല. അതായത് ഇനി നമുക്കറിയാം ഇക്കും ഐക്കും ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ഇല്ലേ, അതുകൂടി നമ്മൾ അപ്ലൈ ചെയ്യണ്ടേ? മനസ്സിലായോ? അതായത് നമ്മൾ ഫസ്റ്റ് BGNSൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തു. സെക്കൻഡ് 5 ഗ്യാപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പിൽ എങ്ങനെ വവൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളത് കണ്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഇയും ഐയും തമ്മിൽ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അത് എത്ര തവണ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? നമുക്കറിയാം 2 ഫാക്ടോറിയൽ വേസിൽ ഇതും റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ടോട്ടൽ വേസ് വരാൻ നേരത്ത് നമുക്ക് എന്താ വരുന്നത്? ടോട്ടൽ വേസ് വേർ വവൽസ് ആർ നോട്ട് ടുഗദർ. അത് വരുന്നത് ഫസ്റ്റ് 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? BGNS റീഅറേഞ്ച് ചെയ്യുന്നുണ്ട് 4 ഫാക്ടോറിയൽ ഇൻറ്റു 10 അല്ലെങ്കിൽ 5C2 എന്ന് ഫസ്റ്റ് എഴുതാം. 5C2 എന്താണ്? നമ്മൾ വവൽസ് 5 ഗ്യാപ്പുകളിൽ വവൽസ് അറേഞ്ച് ചെയ്തതിൻ്റെ 5C2 ഇൻറ്റു ഇനി വരുന്ന ഏതാ? ഐൻ വവൽ 2 അതായത് ഇയും ഐയും അത് റീഅറേഞ്ച് ചെയ്യണ്ടേ? അപ്പം അതിൻ്റെ 2 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ടോട്ടൽ വേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നിടത്ത് നമുക്ക് എത്ര കിട്ടും? ഇപ്പം 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 24, 5C2 10 ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 എത്ര കിട്ടും? 480 വേസ്. ആൻസർ കിട്ടിയില്ലേ? 480 വേസ്. എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചെയ്യാം. In how many ways a word can be formed using all letters of word boat where R and D never together? സെയിം സാധനം തന്നെ. നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അതായത് ആറും ഡിയും ഒരുമിച്ച് വരാൻ പാടില്ല. ബാക്കി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളിപ്പോൾ ചെയ്ത ഗ്യാപ്പ് മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യമേ അതായത് ആറും ഡിയെ ഒരുമിച്ച് വരാൻ പാടില്ലാത്തുള്ളൂ. അപ്പോൾ ബാക്കി ഉള്ള BOA ഇത് ഫസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ BOA നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 ഫാക്ടോറിയൽ ബേസിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം 3 എണ്ണമുള്ളത്. അത് നമ്മൾ 3 ഫാക്ടോറിയൽ ബേസിൽ BOA നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്സ് എത്രയാണ് തന്നെ? 1, 2, 3, 4 4 ഗ്യാപ്സ് വരുന്നുണ്ട്. ഈ 4 ഗ്യാപ്സിൽ എത്ര എണ്ണം ഫില്ല് ചെയ്യണം? ആറും ഡിയും ആണ്. 2 എണ്ണമാണ് ഫില്ല് ചെയ്യാനുള്ളത് അല്ലേ? ഗ്യാപ്പ് 4 എണ്ണം ഉണ്ട്. അപ്പം 4 ഗ്യാപ്പ് 2 എണ്ണം എത്ര വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? പോസിബിൾ വേസ് എന്ന് പറയുന്നത് 4C2 വേസിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി 4 ഗ്യാപ്പിൽ 3 എണ്ണം ആണെങ്കിൽ 4C3 വന്നേനെ. ഇതിപ്പോൾ 4 ഗ്യാപ്പിൽ 2 എണ്ണേ ഉള്ളൂ. അത് എന്താണ്? 4C2 വേസിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം. ഇനി എന്താണ്? അതായത് ആറും ഡിക്ക് എന്തുണ്ട്? ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ഉണ്ട് അല്ലേ? ആറിനും ഡിക്കും എന്താണ്? 2 ഫാക്ടോറിയൽ ബേസിൽ ഇതിനെ എന്ത് ചെയ്യാം? ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ഉണ്ടില്ലേ? ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ഇല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? അതായത് ടോട്ടൽ വേസ് നെവർ ടുഗദർ. അതായത് ആറും ഡിയും ഒരിക്കലും ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്യാപ്പ് ഇടുന്നത്. ഓക്കെ, അപ്പം ആറും ഡിയും ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടോട്ടൽ വേസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫസ്റ്റ് ഇതിൻ്റെ BOAയുടെ അറേഞ്ച്മെൻറ്റ് 3 ഫാക്ടോറിയൽ ഇൻറ്റു അടുത്ത ഗ്യാപ്പിനകത്ത് 4 ഗ്യാപ്പിൽ 2 ആറും ഡിയും ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 4C2 ബേസിൽ ഇൻറ്റു
പിന്നെ ആറും ഡിക്കും ഇൻറ്റേർണൽ റീഅറേഞ്ച് അത് കൊടുക്കുന്ന എത്രയാണ് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് ഇത് കണ്ടോ, ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ അല്ലേ? പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പം കോമ്പിനേഷൻ സെലക്ഷൻ ഇൻറ്റു അറേഞ്ച്മെൻറ്റ്. ഇവിടെ നമുക്ക് എന്താ രണ്ടിതുണ്ട്, അതിനെ സെലക്ട് ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്തു നമ്മൾ അല്ലേ? അതാണ് ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ്. അറേഞ്ചും ചെയ്തു, സെലക്ട് ചെയ്തു, അറേഞ്ചും ചെയ്തു. ഇപ്പം ഇതെന്താണ്? ഇതിൻ്റെ നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ കമ്പൈനേഷൻ. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇതെന്താണ്? പെർമ്യൂട്ടേഷനാണ്. എന്ത് വരുന്നു? 4p2 എന്നും വരുന്നെങ്കിൽ എഴുതാം. ഓക്കെ, രണ്ട് സെയിമാണ്. ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാണ്ട് വേണം ഡയറക്റ്റ് ഇതിങ്ങനെ വരാവുന്ന പ്രോബ്ലത്തിനകത്ത്. ഇപ്പം 4 ഗ്യാപ്സ് ഉണ്ട്, അതിനകത്ത് 2 അറേഞ്ച് ചെയ്യുകയും ചെയ്യണം, സെലക്ട് ചെയ്യുകയും ചെയ്യണം, അറേഞ്ച് ചെയ്യുകയും ചെയ്യണം എന്നിട്ട് പെർമ്യൂട്ടേഷൻ നേരെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പം ചോദ്യത്തിനകത്ത് ചിലപ്പം ഇങ്ങനെ തന്നിരിക്കുന്നത്, അതായത് നമ്മുടെയൊക്കെ ഓപ്ഷൻസ് തരില്ലേ, ഓപ്ഷൻസ് തരുന്നത് ചിലപ്പം ഈ ഒരു ഫോമിൽ കാണും. ഏത് 3 ഫാക്ടോറിയൽ ഇൻറ്റു 4c2 ഇൻറ്റു 2 ഫാക്ടോറിയൽ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4p2 എന്നായിരിക്കും. അത് പെർമ്യൂട്ടേഷൻ്റെ കേസിലായിരിക്കും. അപ്പം ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ പോകരുത്. അവിടെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അവിടെ ഇല്ല എന്നുള്ളത് അങ്ങനെയൊന്നും തോന്നരുത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 6 ഇൻറ്റു 3 ഫാക്ടോറിയൽ 6, 4c2 എത്ര വരും? 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2. അത് എത്ര കിട്ടും? 6 അല്ലേ? 6 ഇൻറ്റു 2 ആൻസർ എത്രയാണ്? 72 ബേസ്. അപ്പോൾ 72 ബേസിൽ നമുക്കിത് പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനകത്ത് നോക്കുക, ഒന്നെങ്കിൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4p2 എന്നായിരിക്കും, അല്ലെങ്കിൽ 72 ബേസ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങളത് കൺഫ്യൂഷൻ ആകരുത്. ഓക്കെ, ഇത് എളുപ്പമല്ലേ? ഇനി ഇതനുസരിച്ചുള്ള ഒരു PYQ ചെയ്യാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചോദിച്ചാൽ എന്താണ്? ഇഫ് 2 ബോയ്സ് ആൻഡ് 2 ഗേൾസ് ആർ ടു ബി അറേഞ്ച്ഡ് ഇൻ എ റോ സോ ദാറ്റ് ദ ഗേൾസ് ആർ നോട്ട് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അതായത് ഗേൾസ് എന്ത് ചെയ്യുക? ഒരുമിച്ചിരിക്കാൻ പാടില്ല. ഹൗ മെനി പോസിബിൾ അറേഞ്ച്മെൻ്റ് ആർ ദെയർ? അപ്പം നമുക്കിവിടെ എന്താണ്? ആരാണ് ഒരുമിച്ചിരിക്കേണ്ട പാടില്ലാത്ത അവരവിടെ മാറ്റി വെക്കുക, ബാക്കിയുള്ളതിനെ വെച്ച് ഗ്യാപ്പ് ഇടുക. അതായത് ഇവിടെ ഗേൾസ് ആണ് നോട്ട് നെക്സ്റ്റ് ടു ഈച്ച് അതർ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബോയ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. അതായത് നമുക്ക് ബോയ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? B1 P2 രണ്ട് രീതിയിൽ ബോയ്സിനെ അറേഞ്ച് ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത് ഗ്യാപ്സ് എത്ര വരും? 1 2 3 3 ഗ്യാപ്പ് വരും. ഇനി ബോയ്സിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ ബേസിൽ ബോയ്സിനെ അറേഞ്ച് ചെയ്യാം. 3 ഗ്യാപ്പിൽ എത്ര ഗേൾസാണ് വേണ്ടത്? 2 ഗേൾസാണ്. അപ്പോൾ അവരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? G1 G2 ഓക്കെ ഗേൾസ്. അവരെ ഈ 3 ഗ്യാപ്പുകളിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമുക്ക് 3c2 ബേസിൽ അത് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നേരെ 3p2 എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ കൊടുത്താലും മതി. അപ്പോൾ 3c2 ബേസിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവരുടെ ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ് എത്രയുണ്ട്? 2 ഫാക്ടോറിയൽ ബേസിലും അതുമുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ബേസ് ഈസ് ഈക്വൽ ടു 3c2 എന്ന് പറയുന്നത് എന്താണ്? അതാണ് 3c1 തന്നെയാണ് അല്ലേ? എന്ന് വെച്ചാൽ 3 കിട്ടും. ഓക്കെ, സോ ആൻസർ എത്ര വരും? 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ എത്ര വരും? അതായത് 6 12. ആൻസർ എത്ര കിട്ടും? 12. അതാണ് അല്ലേ? 4 ഇൻറ്റു 3 12. അപ്പം ഓപ്ഷൻ സി 12 ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതുപോലെ തന്നെ അടുത്തൊരു PYQ ആണ്. അതായത് ദ ലെറ്റേഴ്സ് A B C D and E are arranged in such a way that there are exactly 2 letters between A and D. How many such arrangement are possible? അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ഒന്ന് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇപ്പം സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഒന്ന്, അതായത് ഇൻ സച്ച് എ വേ there are exactly 2 letters between A and D. നമുക്ക് അറേഞ്ച് ചെയ്യണം. അതായത് എയ്ക്കും ഇക്കും ഇടയ്ക്ക് എന്ത് വേണം? 2 ലെറ്റേഴ്സ് വേണം. ഇപ്പോൾ നമ്മളൊരു A ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ലെറ്റർ കഴിഞ്ഞിട്ട് E കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ E കൊടുത്തു കഴിഞ്ഞാൽ 2 ലെറ്റർ കഴിഞ്ഞ് A പാടുള്ളൂ. അപ്പം ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ എത്ര അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം 1 2 3 4 5 ലെറ്റേഴ്സ് ഇതുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് A ഇവിടെ കൊടുക്കാം. A ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ E എവിടെയാണ് കൊടുക്കാൻ പറ്റത്തുള്ളൂ? E പിന്നെ ഇവിടെ കൊടുക്കത്തുള്ളൂ. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഇല്ലേ? അതായത് ഇതുപോലെ തന്നെ A നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റേ. അതപ്പം E വേറെ അറേഞ്ച്മെൻ്റ് ഒന്നുമില്ലല്ലോ. ഈ 2 കേസുകളിലേ പറ്റത്തുള്ളൂ. ആദ്യമേ A ഫസ്റ്റ് ആദ്യത്തെ പൊസിഷൻ A കൊടുക്കാം. അത് കഴിയുമ്പം 4th പൊസിഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം?
ഇ കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷൻ എ കൊടുത്താൽ ഫിഫ്ത്ത് പൊസിഷൻ നമുക്ക് ഇ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇതിനകത്ത് എത്ര പോസിബിൾ ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. എന്നിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടും. ഇനി ആദ്യത്തെ കേസിൽ ഇപ്പോൾ ഇത് രണ്ട് ഒന്നെങ്കിൽ ഫസ്റ്റ് കേസ് അല്ലെങ്കിൽ ഓർ സെക്കൻഡ് കേസ് രണ്ടെണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ ഈ എയും ഇയും അവിടെ വെച്ചു. ബാക്കി എത്ര 3 ഗ്യാപ്പുകളിൽ നമുക്കിനി ഏതൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്? നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ബി സി ഡി 3 ഫില്ല് ചെയ്യാനുണ്ട് 3 ഗ്യാപ്പിൽ. അത് എത്ര വേയിൽ പറ്റും, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാമല്ലേ? ഓക്കെ, അപ്പം ബി സി ഡി ഇതിനകത്ത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ ബേസിൽ ബി സി ഡി അറേഞ്ച് ചെയ്യാം അല്ലേ? ഇൻറ്റു ഇനി എന്താ, ഈ എയും ഇയും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാമല്ലേ? അവർ തമ്മിലൊരു ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ഇല്ലേ? അത് എത്ര വരെ? 2 ഫാക്ടോറിയൽ. അത് മനസ്സിലായോ? അതായത് നമ്മളിപ്പം എ ഫസ്റ്റ് എഴുതി എന്നിട്ട് ഇ എഴുതി ഗ്യാപ്പ് ഇട്ട് പോയത് 3 ഇനി അതല്ലാണ്ട് ഈ ഫസ്റ്റ് വരാൻ മേലെ ഈ ഒരു പോസിബിലിറ്റി ഇല്ലേ? അതാണ് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാലോ, എയും ഇയും തമ്മിൽ. അപ്പം ആ ഒരു ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 ഫാക്ടോറിയൽ ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് എത്ര? അപ്പോൾ അത് ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എത്ര വരും? 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ഇൻറ്റു 2 12. ഇതൊരു കേസ്. ഇനി സെക്കൻഡ് കേസ് എന്താ? ഓർ നമുക്ക് എന്ത് ചെയ്യാം, എക്ക് സെക്കൻഡ് പൊസിഷനിൽ, അതായത് സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് എ കൊടുക്കാം, ഈ ലാസ്റ്റ് പൊസിഷൻ. ഇതും സിമിലർ ആയിട്ട് തന്നെ ബാക്കി 3 പൊസിഷനിൽ എത്ര ഇത് ചെയ്യാം? അതായത് 3 പൊസിഷനുണ്ട്, അവിടെ നമുക്ക് 3 ഫാക്ടോറിയൽ ബേസിൽ അതിനെ അറേഞ്ച് ചെയ്യാം. ഏത്? ബി സി ഡി അല്ലേ? ബാക്കി മിച്ചമുള്ള ബി സി ഡിയെ എന്ത് ചെയ്യാം? 3 ഫാക്ടോറിയൽ ബേസിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് നേരത്തെ ഇതുപോലെ തന്നെ ഈ എയും ഇയും എത്ര രീതിയിൽ റീഅറേഞ്ച് ചെയ്യാം? ഇൻറ്റേർണൽ റീഅറേഞ്ച് 2 ഫാക്ടോറിയൽ ബേസിൽ അതിനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. അതായത് ഇ വന്ന് എവിടെ വരും? സെക്കൻഡ് പൊസിഷൻ ഇയും എ നമുക്ക് ലാസ്റ്റ് പൊസിഷൻ നോക്കാം, അതുപോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതും എന്ത് വരും? 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ നമ്മുടെ ടോട്ടൽ ബേസ് എന്താണ്? ഹൗ മെനി സച്ച് അറേഞ്ച്മെന്റ് ആർ പോസിബിൾ? ഇപ്പോൾ ടോട്ടൽ എത്ര? ഇത് തമ്മിൽ ഓറാണ് അല്ലേ? അപ്പോൾ ഓർ വരാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? അഡീഷനാണ് അല്ലേ? ഒന്നെങ്കിൽ ആദ്യത്തെ കേസ് അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ്. അപ്പം ഇത് തമ്മിൽ വരാൻ നേരത്ത് നമുക്ക് ടോട്ടൽ വൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അഡീഷൻ ചെയ്യുവാണ്. ഓർ പ്രിൻസിപ്പിൾ വരാൻ നേരത്ത് അഡീഷൻ പ്രിൻസിപ്പിൾ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. അപ്പം ഇവിടെ ടോട്ടൽ വൈസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 12 + 12 ഈസ് ഈക്വൽ ടു 24 വേസിൽ നമുക്കിത് എന്താണ്? പോസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി 24. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ഇത് നമ്മൾ ഗ്യാപ്പ് മെത്തേഡ് തന്നെ. ഇൻ ഹൗ മെനി വേസ് 6 ഡിഫറെൻറ്റ് റെഡ് ബോൾസ് ആൻഡ് 5 ഡിഫറെൻറ്റ് ബ്ലൂ ബോൾ ക്യാൻ ബി റീഅറേഞ്ച്ഡ് സച്ച് ദാറ്റ് നോ ബ്ലൂ ബോൾസ് ആർ അഡ്ജസൻറ്റ്? അതായത് ബ്ലൂ ബോൾ ഒരുമിച്ച് വരാൻ പാടില്ല. അതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഡ് ബോളും ഉണ്ട്, 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൂ ബോളും ഉണ്ട്. അപ്പം നിങ്ങളിത് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഓരോ ക്വസ്റ്റിനകത്ത് വരുന്ന ഓരോ ടേംസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കണം. ഓക്കെ, അല്ലാണ്ട് പെട്ടെന്ന് കാണാതെ പോയി പെട്ടെന്ന് ചെയ്തേക്കല്. കാരണം എന്തെങ്കിലും ട്രിക്ക് കാണുമായിരിക്കും ക്വസ്റ്റിനകത്ത്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് ബ്ലൂ ബോൾസ് ഒരിക്കലും അഡ്ജസ്റ്റൻറ്റ് വരാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ റെഡ് ബോൾ അറേഞ്ച് ചെയ്യും. ഇപ്പം 6 ഡിഫറെൻറ്റ് റെഡ് ബോളാണ്. അപ്പം ഞാൻ അത് ഫസ്റ്റ് റെഡ് ബോൾസ് ഞാൻ അറേഞ്ച് ചെയ്യുവാണ്. 6 ഡിഫറെൻറ്റ് റെഡ് ബോൾ ഞാൻ അറേഞ്ച് ചെയ്തു. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്സ് വരുന്നുണ്ട്? ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലൂ ബോൾ വെക്കാനുള്ള എത്ര ഗ്യാപ്സ് വരും? 1 വേണ്ട, വൈറ്റ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, 1 2 3 4 5 6 7 ഗ്യാപ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം 6 ഡിഫറെൻറ്റ് റെഡ് ബോളും 5 ഡിഫറെൻറ്റ് ബ്ലൂ ബോളുമാണ്. അപ്പം ഇതിനകത്ത് ഈ റെഡ് ബോൾ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 അത് 6 ഫാക്ടോറിയൽ വേസിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. കാരണം ഡിഫറെൻറ്റ് റെഡ് ബോൾസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ബോൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 6 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് ഈ റെഡ് ബോൾ അറേഞ്ച് ചെയ്യാം അല്ലേ? ഇനി 7 ഗ്യാപ്പുകളുണ്ട് താഴെ. അതിനകത്ത് 5 ബ്ലൂ ബോളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു പെർമ്യൂട്ടേഷൻ ഇത് ചെയ്യാം, അതായത് സെലക്ഷനും അറേഞ്ച്മെൻറ്റും ഉണ്ട് ഇവിടെ. അപ്പം വേണമെങ്കിൽ ഡയറക്റ്റ്ലി 7 ഗ്യാപ്സ് അല്ലേ? അപ്പോൾ 7p5 എന്ന് ഡയറക്റ്റ്ലി എഴുതാം. അതായത് 7p5 ഇൻറ്റു 6 ഫാക്ടോറിയൽ വേസ്. ഇതാണ് ടോട്ടൽ വേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 7 ഗ്യാപ്സ് ആണുള്ളത് അല്ലേ? വി ഹാവ് 7 ഗ്യാപ്സ്
അതിനകത്ത് എത്ര ബോൾ ഫില്ല് ചെയ്യാനുണ്ട്? 5 ബ്ലൂ ബോളാണോ ഉള്ളത്. അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? അതായത് 7C5 വേസിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ 5 ബ്ലൂ ബോൾസിനെ അറേഞ്ച് ചെയ്യാമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാമല്ലേ. അത് എത്ര രീതിയിലാണ്? 5 ഫാക്ടോറിയൽ വേസിൽ അതും ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ടോട്ടൽ എത്ര വരും? ടോട്ടൽ വേസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫസ്റ്റ് നമ്മൾ റെഡ് ബോളിൻ്റെ അറേഞ്ച്മെൻറ്റ് 6 ഫാക്ടോറിയൽ വേസ് ഇൻറ്റു 7 ഗ്യാപ്പിൽ 5 ബ്ലൂ ബോൾ, ഡിഫറെൻറ്റ് ബ്ലൂ ബോൾ അറേഞ്ച് ചെയ്യുന്നത് 7C5 വേസിൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം ഇത് തന്നെയാണ് ഈ 7C5 ഇൻറ്റു 5 ഫാക്ടോറിയലാണ് ഏതെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ 7P5 എന്ന് അല്ലേ. അതായത് വേണമെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം 6 ഫാക്ടോറിയൽ ഇൻറ്റു 7P5 എന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ബാക്കി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. നിങ്ങൾക്കറിയാം ഈ 7C5നെ നമുക്ക് എന്തെന്ന് എഴുതാം? 7C2 എന്ന് എഴുതിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. നിങ്ങൾ ഈ 7C5 അതേപടി തന്നെ എഴുതി മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. ഇതിനെന്താണ് 7C2 ആയിട്ട് എഴുതാം. നേരത്തെ പറഞ്ഞത്, അതായത് ഇത് 2 വന്നത് എന്താണ്? 7 - 5. അങ്ങനെ വെച്ച് നമുക്കിത് ഈ പെർമ്യൂട്ടേഷന് ഇങ്ങനെ പറ്റിയല്ല, പക്ഷേ കോമ്പിനേഷൻ്റെ കേസിൽ നമുക്കിതുപോലെ അങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് മനസ്സിലായില്ലേ ഇതെങ്ങനെ ചെയ്യേണ്ടത്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചെയ്യാൻ നോക്കിയേ, പോസ്റ്റ് ചെയ്തിട്ട്. അതായത് ഇൻ ഹൗ മെനി വേസ് 6 ഐഡൻറ്റിക്കൽ റെഡ് ബോൾ ആൻഡ് 5 ഐഡൻറ്റിക്കൽ ബ്ലൂ ബോൾസ് ക്യാൻ ബി റീഅറേഞ്ച് സച്ച് ദാറ്റ് നോ 2 ബ്ലൂ ബോൾസ് ആർ ടുഗദർ. സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇതിനകത്ത് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, അതാ പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്ക്. എന്താണ്? ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് റെഡ് ബോൾ ആയിരുന്നു, ഇവിടെ എന്താണ്? ഐഡൻറ്റിക്കൽ റെഡ് ബോൾസ് ആണ്. അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബ്ലൂ ബോളാണ്. അപ്പം എല്ലാം ഒരേപോലെ ഇരിക്കുന്ന റെഡ് ബോളും ബ്ലൂ ബോളും വരാൻ നേരത്തെ എന്താ പ്രശ്നം? എന്തെങ്കിലും ചേഞ്ച് വരാറില്ലേ? ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്കത് ഡിഫറെൻറ്റ് ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇത് ഐഡൻറ്റിക്കൽ ആകുമ്പോഴോ നമുക്ക് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണോ? അതായത് ഞാൻ ഇപ്പം വരയ്ക്കുവാണ്. ഇപ്പം ഇതിനകത്തും നോ 2 ബോൾസ് ആർ ബ്ലൂ ബോൾസ് ആർ ടുഗദർ ആണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ആദ്യമേ നമ്മുടെ റെഡ് ബോൾസിന് അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്സ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 ഗ്യാപ്സും വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു ഡിഫറെൻറ്റ് റെഡ് ബോൾ ആയതുകൊണ്ട് ഈ റെഡ് ബോൾസ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ? 6 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്തു. പക്ഷേ ഇവിടെ എന്താണ്? ഇതെല്ലാം ഐഡൻറ്റിക്കൽ ബോളാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വെച്ചാൽ വ്യത്യാസം വരുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം 6 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, പക്ഷേ ഇതെല്ലാം സെയിം ആയതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ബോൾ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 6 ഫാക്ടോറിയൽ ഇടണം. അതായത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ പ്രോബ്ലത്തിനകത്ത്. ഇപ്പം രണ്ടും സെയിം ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പം 2 എ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ചെയ്തില്ലേ? കാരണം 2 എ 2 വശം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെയിം ബോൾ റെഡ് ബോൾ 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? 6 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ എന്ന് പറയും. അല്ലെങ്കിൽ 1 വേ, ഒരു വേയിൽ എന്ത് പോസിബിൾ ഉള്ളൂ? ഈ റെഡ് ബോൾ അറേഞ്ച് ചെയ്യാൻ പോസിബിൾ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം വരുന്നത്. കാരണം ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ആ ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ തന്നെ ബ്ലൂ ബോൾ ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കറിയാം ബ്ലൂ ബോളിന് നമ്മൾ 5 ഡിഫറെൻറ്റ് ബ്ലൂ ബോൾസിനെ 5 ഫാക്ടോറിയൽ ബേസിൽ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് വരും? ബ്ലൂ ബോളിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ പറഞ്ഞേ? ഇതുപോലെ തന്നെ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ തന്നെ വരും. കാരണം എന്താ? ഐഡൻറ്റിക്കലാണ്. അത് എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ ആകെ വരുന്ന എന്താണ്? ഇതിനകത്ത് ഈ ഗ്യാപ്സിൽ 7 ഗ്യാപ്പിൽ അറേഞ്ച് ചെയ്യുന്ന, അതായത് 5 ബ്ലൂ ബോൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? അതായത് 5 ബ്ലൂ ബോൾ എത്ര ഇതിലാണ്? 7 ഗ്യാപ്സിൽ ഫില്ല് ചെയ്യണം അല്ലേ? അത് നമുക്ക് എത്ര രീതിയിൽ പോസിബിളാണ്? 7C5 രീതിയിൽ എന്ത് ചെയ്യാം? അത് പോസിബിളാണ്. ഓക്കെ, പിന്നെ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ബാക്കി രണ്ടും എന്താണ്? 1 വരും. അപ്പോൾ ടോട്ടൽ വൈസ് എത്രയാണ്? ഇതിവിടെ ക്വസ്റ്റിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഐഡൻറ്റിക്കൽ എന്നാണോ അതോ ഡിഫറെൻ്റ് ആണോ എന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ ടോട്ടൽ വൈസ് എത്ര പോസിബിളാണ്? ടോട്ടൽ വൈസ് പോസിബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം. റെഡ് ബോൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 1 വേയിൽ, അതായത് 1 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ 1 ഇൻറ്റു ഇനി ആ ഗ്യാപ്സിൽ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും?
7C5 രീതിയിൽ അത് ഫില്ല് ചെയ്യാം. പിന്നെ ബ്ലൂ ബോളിന് റീഅറേഞ്ച്മെൻറ്റ് എത്ര രീതിയിലാണ് പറ്റുന്നത്? അതും 1 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? 7C5 എന്ന് മാത്രം വരും. നമുക്കറിയാം 7C5 ഞാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? 7C2 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 7 × 6 ഡിവൈഡ് ബൈ 1 × 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 21 വേസിലാണ് എന്ത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്. ഡിഫറെൻറ്റ് ബോൾസ് ആയിരുന്നപ്പം നമുക്കറിയാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പം ഇതൊരു അത്യാവശ്യം നല്ലൊരു വലിയ നമ്പർ കിട്ടും. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴോ 21 വേസായിട്ട് ചെറുതായി. അതെന്തുകൊണ്ടാണ്? ഐഡൻറ്റിക്കൽ ബോൾ ആയതുകൊണ്ടാണ്. 6 ഫാക്ടോറിയൽ നമ്മൾ അത് 1 ആയി. അതുപോലെ തന്നെ 5 ഫാക്ടോറിയലിൻ്റെ കേസിലും അവിടെ എന്തായി? അതും 1 ആയി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു PYQ ആണ്. ഈ ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? A, B and C are 3 places such that there are 3 different roads from A to B. അതായത് നമുക്ക് 3 പ്ലേസസ് ആണ്. ഇത് A, B ആൻഡ് C. ഇങ്ങനെ 3 പ്ലേസസ്. അപ്പം 3 ഡിഫറെൻറ്റ് റോഡ്സ് ഫ്രം A to B. എ നിന്ന് ബിയിലേക്ക് എത്ര റോഡ്സ് ഉണ്ട്? 1, 2, 3. 3 ഡിഫറെൻറ്റ് റോഡ്സ് ഉണ്ട്. എവിടെ നിന്ന്? A to B വരെ പോകാൻ. ആൻഡ് 4 ഡിഫറെൻറ്റ് റോഡ്സ് ഫ്രം B to C. ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ 4 റോഡ്സ് ഉണ്ട്. 4 റോഡ്സ് ഉണ്ട് ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ. ആൻഡ് 3 ഡിഫറെൻറ്റ് റോഡ്സ് ഫ്രം A to C. അതായത് എന്ന് സിയിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടി എത്ര റോഡ്സ് ഉണ്ട്? 3 റോഡ്സ് വേറെ ഉണ്ട് അല്ലേ? 3 റോഡ്സ് ഉണ്ട്. അതായത് A to സിയിലേക്ക് ഡയറക്റ്റ് പോകാം. നമ്മൾ ചോദിച്ചാണ് ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് വൺ ക്യാൻ ട്രാവൽ ഫ്രം A to C യൂസിങ് ദീസ് റോഡ്സ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന റോഡ്സ് എല്ലാം ഉപയോഗിച്ച് എത്ര രീതിയിൽ ഒരാൾക്ക് എയിന്ന് സി വരെ എത്തണം. അതായത് ഒരാൾക്ക് A to C പോകണമെങ്കിൽ എത്ര ഡിഫറെൻറ്റ് രീതിയിൽ പോസിബിൾ ആണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 കേസസ് ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഓറിൻ്റെ കേസ് വരുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് എയിന്ന് ബിയിലേക്ക് എന്നിട്ട് ബിന്ന് സിയിലേക്ക് പോവാം. ഓർ A to C എന്ത് ചെയ്യാം? ഡയറക്റ്റ് പോവാം. നമുക്ക് ഈ പച്ച ആ വഴി ഉപയോഗിച്ച് ഡയറക്റ്റ് പോവാം. ഇനി ആദ്യത്തെ കേസസിലാണെങ്കിൽ A to Bയിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? A തൊട്ട് B വരെ പോകാൻ എത്ര വഴികളുണ്ട്? 3 വേസിൽ. അപ്പോൾ 3 വേസിൽ അത് പോസിബിൾ അല്ലേ? A to B 3 വേസിൽ A to Bയിലേക്ക് പോകാൻ പോസിബിളാണ്. ഇനി B to Cയിലേക്ക് പോകാൻ എത്ര പോസിബിളാണ്? 4 വേസിൽ. അപ്പോൾ അതെന്തിന് മൾട്ടിപ്ലിക്കേഷൻ. കാരണം ആൻഡ് ആണ് A to B പോവുക എന്നിട്ട് അവിടുന്ന് B to Cയിലേക്ക് പോവുക. അത് എത്ര രീതിയിൽ പോസിബിളാണ്? 4 വേസിൽ പോസിബിളാണ്. അപ്പം മൊത്തം A to Cയിലേക്ക് എയിന്ന് സിയിലേക്ക് അതായത് B വഴി A to Cയിലേക്ക് പോകാൻ എത്ര രീതിയിൽ പോസിബിളാണ്? 12 വേസിൽ പോസിബിളാണ്. മനസ്സിലായോ? അതായത് A തൊട്ട് C വരെ B വഴി A to B വരെ 3 വേസിൽ പോസിബിളാണ്. B to C 4 വേസിലും പോസിബിളാണ്. അപ്പോൾ ടോട്ടൽ എത്ര രീതിയിൽ പോസിബിളാണ്? A to C പോകണം വിയ B. നമ്മൾ B വഴി സിയിലേക്ക് പോവാണ്. അപ്പോൾ എത്ര രീതിയിൽ പോസിബിളാണ്? 12 വേസിൽ പോസിബിളാണ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് B കട്ട് ചെയ്തിട്ട് A to C ഡയറക്റ്റ് പോകാം അല്ലേ? അതല്ലേ തന്നേക്കണേ ഈ പച്ച ഇത് വെച്ച് പറഞ്ഞേക്കണം അതല്ലേ? അങ്ങനെ 3 ഡിഫറെൻറ്റ് റോഡ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പം A to C ഡയറക്റ്റ് പോകാൻ എത്ര ഡിഫറെൻറ്റ് റോഡ്സ് ഉണ്ട്? 3 റോഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ 3 വേസിൽ അതും പോസിബിളാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ B വഴി പോവാം അല്ലെങ്കിൽ ഡയറക്റ്റ് A to C പോവാം. അപ്പോൾ ടോട്ടൽ വേസ് എത്രയാണ്? ടോട്ടൽ വേസ് എന്ന് പറയുന്നത് 12 ഓറാണ് അല്ലേ? ഇപ്പോൾ 12 + 3 = 15 വേസിൽ എന്താണ് പോസിബിളാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ C 15. ഓക്കെ, ഇനി സിമിലർ ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇതും അടുത്തൊരു PYQ ആണ്. ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ഫിഗർ given below, the number of different routes from S to T without retracing from U and or V is. അപ്പം എസ്സിന്ന് ടിയിലേക്ക് പോകണം. നമുക്ക് എന്തുണ്ട്? U ഉണ്ട്, V ഉണ്ട്. അപ്പം അതിനകത്തൂടെ നമ്മൾ എസ്സിന്ന് ടിയിലേക്ക് എത്ര രീതിയിൽ പോകാമെന്ന് വെച്ചാൽ നോക്കിയേ. എസ് തൊട്ട് U വരെ നമ്മൾ പോകുന്നതിനാ ഫസ്റ്റ് എസ്സിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് എവിടെ എത്തും? യുവിലെത്തും. അവിടുന്ന് എവിടെ എത്തും? വിയിലേക്ക് ചെല്ലും. അവിടുന്ന് എങ്ങോട്ട് ചെല്ലും? ടിയിലേക്ക് ചെല്ലും. നമ്മൾ നേരത്തെ ഇതുപോലെ ഡയറക്റ്റ് റൂട്ടൊന്നുമില്ല. എസ്സിന്ന് ടിയിലേക്ക് ഡയറക്റ്റ് വരെ ഇവരെ ബൈപ്പാസ് ചെയ്തൊന്നും റൂട്ടൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, എസ്സിന്ന് U വരെ എത്ര പോസിബിളാണ്? ഇതൊരു രീതി പോവാം അല്ലേ? ഇതൊരു വഴി. ഇനി ഡയറക്റ്റ് വേണമെങ്കിൽ പോകാമല്ലേ? 2, അതല്ലെങ്കിൽ ഈ വഴി പോവാം.
അങ്ങനെ 3 ഡിഫറെൻറ്റ് വേസിൽ പോസിബിൾ ആണ്. എവിടെ തൊട്ട് S to U വരെ, S to U വരെ 3 ഡിഫറെൻറ്റ് വേസിൽ പോസിബിൾ ആണ്. ഇനി U to V വരെ ഇതൊരു വഴി 1 ആൻഡ് ഇത് 2, അങ്ങനെ 2 വേസിലല്ല അത് പോസിബിൾ അല്ലോ. U to Vയിലേക്ക് 2 വേസിൽ പോസിബിൾ ആണ്. ഇനി V to T വരെയോ, നമുക്ക് Tയിലേക്ക് പോകാനാണെങ്കിൽ V എന്നാണെങ്കിൽ 1 ഡയറക്റ്റ് പോവാം അല്ലേ, 2, പിന്നെ ഈ താഴത്തെ വഴി കൂടെ പോവാം, എങ്ങനെ 3. അപ്പോൾ അത് എത്ര രീതിയിൽ പോസിബിൾ ആണ്? V to T 3 വേസിൽ പോസിബിൾ ആണ്. അപ്പം മൊത്തം ടോട്ടൽ വേസ് എത്രയാണ്? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലേ. ടോട്ടൽ വേസ് എന്ന് പറയുന്നത് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര വരും? 3 × 2 × 3 = 18 വേസ് പോസിബിൾ ആണ്. എളുപ്പമല്ലേ ഈ ചോദ്യം? അപ്പോൾ ഇതെത്രയാണ്? 18 വേസ്. വേറെ ഡയറക്റ്റ് റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഓറിട്ട് പ്ലസ് ആഡ് ചെയ്യേണ്ടി വന്നേ. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് റൂട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 1, 2, 3, 4, 5, 6 അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ? ഓൾ ഡിജിറ്റ് ആർ ഡിസ്റ്റിൻറ്റ്. അതായത് എല്ലാ ഡിജിറ്റും ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. അതായത് റെപ്പറ്റീഷൻ എന്താണ്? നോട്ട് അലൗഡ് ആണ് ഇവിടെ. ഓക്കെ, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. കാരണം ഇപ്പം 5 നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും 5 ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അത് അലൗഡ് അല്ല. അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാത്തുള്ളൂ, 1 വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഹൗ മെനി നമ്പർ ഓഫ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ഡിജിറ്റ്. നമ്മൾ ചോദിച്ചേക്കുന്നത് ആദ്യത്തെ എ ടോട്ടൽ 3 ഡിജിറ്റ് ഈവൻ നമ്പർ. നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അതായത് തന്നിരിക്കുന്ന നമ്പർ വെച്ച് ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ കാണാനാണെങ്കിൽ, ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ നമുക്കിവിടെ 1 തൊട്ട് 1, 2, 3, 4, 5, 6 നമ്പേഴ്സാണ് തന്നേക്കണേ. ഓക്കെ, 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു 3 ഡിജിറ്റ് റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ബോക്സ് 6 വേസിൽ നമുക്ക് പോസിബിൾ ആണ്, സെക്കൻഡ് 6 വേസ് പോസിബിൾ ആണ്. സോറി, റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ സെക്കൻഡ് ബോക്സ് വരാനകത്ത് 5 ഡിഫറെൻറ്റ് വേസ് പോസിബിൾ ആണ്, തേർഡ് ബോക്സ് വരാനകത്ത് 4 ഡിഫറെൻറ്റ് വേസിൽ പോസിബിൾ ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഇതിൻ്റെ കേസിലാണ് റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ്. ഇനി റെപ്പിറ്റേഷൻ അലൗഡ് ആണെങ്കിലോ, ഒന്നാമത്തെ ഇത് തന്നെ ഇപ്പം 5 ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ തന്നെ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാം. 3 5 പോസിബിൾ ആണെങ്കിൽ റെപ്പിറ്റേഷൻ അലൗഡ് എന്ന് വരും. ആ കേസിലാണോ നമുക്കറിയാം ഇത് 6 × 6 × 6 എന്ന് തോന്നുന്നു അല്ലേ. റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ 6 × 5 × 4 എന്ന് വരും. 6 അല്ലെങ്കിൽ അലൗഡ് ആണെങ്കിൽ 6 × 6 × 6 എന്ന് വരും. ഇത് കേസ് ഏതാ? റെപ്പിറ്റേഷൻ അലൗഡ് എന്ന സമയത്താണ്. ഇത് നോർമൽ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി ഇവിടുത്തെ കേസ് എന്താണ്? ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് ടോട്ടൽ 3 ഡിജിറ്റ് ഈവൻ നമ്പറാണ്. അതായത് കുറച്ച് കണ്ടീഷനുണ്ട്. വെറുതെ 3 ഡിജിറ്റ് നമ്പർ അല്ല, 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇത് ചെയ്യാൻ നേരത്ത് 3 ഡിജിറ്റ് വേണ്ടത് 3 ഡിജിറ്റ് ഈവൻ നമ്പറാണ്. ഇപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ വേണം? നമുക്കറിയാം ലാസ്റ്റ്, അതായത് 3 ഡിജിറ്റ് വരയ്ക്കാൻ നേരത്ത് ഈ ലാസ്റ്റ് ബോക്സിൽ ഏതൊക്കെ വരാം? ഓഡ് നമ്പേഴ്സ് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഈവൻ നമ്പർ ആകുമ്പോൾ ഇവിടെ 2, 4, 6 ഈ 3 നമ്പേഴ്സ് ഇടയിൽ ഡിജിറ്റ് മാത്രമല്ല ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. കണ്ടോ? അല്ലാണ്ട് ബാക്കിയെല്ലാം പോസിബിൾ ആണോ? അപ്പോൾ നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള ഈ 3 നമ്പേഴ്സേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് നമ്മുടെ വൺസിൻ്റെ ഡിജിറ്റ് ആ ഒരു ടൈം ഇത് ബോക്സ് എത്ര ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? 3 ഡിഫറെൻറ്റ് റേസിലേ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഈ 3 2, 4, 6 മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് ഈവൻ നമ്പറാണ്. ഓഡ് നമ്പറോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള നമ്പറല്ല. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ ചോദിച്ചതിനകത്ത് ഓഡ് നമ്പർ എന്നാണ് ചോദിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 1, 3, 5 ഈ 3 നമ്പേഴ്സല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ നമ്മൾ ചോദിക്കുന്ന സ്ഥാനത്ത് ഈവൻ ഒരു ഓഡാണെങ്കിൽ 1, 3, 5 നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നേനെ. നമ്മളോട് ഇവിടെ ഈവൻ നമ്പറാണ് ചോദിച്ചേക്കണേ. അപ്പോൾ എന്താണ്? 2, 4, 6 മാത്രമേ ആദ്യത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ബോക്സിൽ എത്ര നമ്പർ ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര 6 ഡിജിറ്റ് ഉണ്ട് അല്ലേ. ടോട്ടൽ 1, 2, 3, 4, 5, 6 വരെ ഉണ്ട്. അപ്പം 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പം സെക്കൻഡ് ബോക്സിൽ എത്ര എണ്ണം ഉപയോഗിക്കാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. തേർഡ് ബോക്സിൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ എത്ര എണ്ണം ഉപയോഗിക്കാൻ പറ്റും? ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഈവൻ നമ്പർ ഫില്ല് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ഈവൻ നമ്പർ ഫില്ല് ചെയ്തു വൺസിൻ്റെ സ്ഥാനത്ത്. മൊത്തം 6 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഒരെണ്ണം ഇവിടെ ഫില്ല് ചെയ്തപ്പോൾ ഇനി മിച്ചം എത്രയാണ് ഉള്ളത്? 5 ആണ്. കാരണം എന്താ? ഇവിടെ റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. റെപ്പിറ്റേഷൻ അലൗഡ് അല്ല, അതുകൊണ്ട് 5 ആണ്. പിന്നെ ഇവിടെ വരാൻ നേരത്ത് എന്ത് വരും?
4 വരും. കാരണം എന്താ, 6 അക്കത്തിനകത്ത് വൺസിൻ്റെ സ്ഥാനത്ത് ഈവൻ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ഓൾറെഡി പ്ലേസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ബോക്സ് ഇനി മിച്ചം എത്ര ഉള്ളത്? 4 ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 5 × 4 × 3 എത്ര വരും? 60 വേസിൽ ഇത് പോസിബിളാണ്. ഇതെന്തുകൊണ്ട് ഇതിനകത്ത് നമ്മളോട് പറഞ്ഞേക്കണത് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് എന്നാണ്. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? സെയിം സാധനം നമുക്ക് റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് വെച്ചാൽ അതിനാണ് ഞാൻ RN എഴുതുന്നത്. റെപ്പറ്റീഷൻ അലൗഡ്, റെപ്പറ്റീഷൻ നോട്ട് അലൗഡിന് നമ്മൾ RN എന്ന് എഴുതി ഡിനോട്ട് ചെയ്യുവേ. ഓക്കെ, റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് വിചാരിച്ചു. സെയിം ക്വസ്റ്റ്യൻ, അതൊരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ വേണമെന്ന് പറഞ്ഞു, റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പം ഈവൻ നമ്പർ വരുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ എന്താണ് 2, 4, 6 മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലേ. അപ്പം ഈ ബോക്സ് 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷെ അടുത്ത 2 ബോക്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? റെപ്പറ്റീഷൻ അലൗഡാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ബോക്സിൽ ഇവിടെ ഉപയോഗിച്ച നമ്പർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഫസ്റ്റ് ബോക്സിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് 6 ഡിഫറെൻറ്റ് വേസിൽ പോസിബിളാണ്. ഇതും എത്ര ഡിഫറെൻറ്റ് വേസിലാണ്? 6 ഡിഫറെൻറ്റ് വേസ് പോസിബിളാണ്. അപ്പം ഇത് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വരും. അതായത് എത്ര വരും? 36 × 3 എത്ര? 108 അല്ലേ. 108 വേസിൽ ഇതെന്താണ്? പോസിബിളാണ്. അപ്പോൾ റെപ്പറ്റീഷൻ നോട്ട് അലൗഡിൻ്റെ കേസ് 60 വേസിൽ പോസിബിൾ ആകുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എന്ത് വരും? 108 വേസിൽ പോസിബിളാണ്. അപ്പം റെപ്പറ്റീഷൻ അലൗഡ് ആയ സമയത്തും റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആയ സമയത്തും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആവുന്ന നേരത്ത് നമ്മളിവിടെ കുറഞ്ഞു വരും. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഒരു നമ്പർ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിവിടെ കുറഞ്ഞു വരും. ഇനി അടുത്ത ചോദ്യം എന്താണ്? 3 ഡിജിറ്റ് നമ്പർ മോർ ദാൻ 500. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ 6 ഡിജിറ്റ് തന്നെ ഉപയോഗിക്കുക. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് കേസാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 ഡിജിറ്റ് നമ്പർ വേണം, മോർ ദാൻ 500. 500ൻ്റെ മുകളിലേക്ക് വേണം. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് എടുത്ത് എഴുതാം. 1, 2, 3, 4, 5, 6 ആണ്. നമുക്ക് ഒരു 3 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. കണ്ടീഷൻ എന്താണ്? 500 ഓർ എബവ് ആണ്. 500 അതിൻ്റെ മുകളിലേക്കോ പോവാം. ഓക്കെ, താഴത്തേക്ക് പോകാൻ പറ്റില്ല. 499 ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ 500 പോവാം. അപ്പോൾ 500 അതിൻ്റെ എബവിലേക്കോ മോർ ദാൻ 500 വരുന്നെങ്കിൽ എന്താണ്? ഈ പൊസിഷനിൽ, അതായത് നമ്മുടെ 100ൻ്റെ പ്ലേസ് എന്ത് വരണം? ഒന്നെങ്കിൽ 5 ഓർ 6 വരും അല്ലേ. 5 അല്ലെങ്കിൽ 6 ഇവിടെ വരത്തുള്ളൂ. ഇത് രണ്ടല്ലേ നമുക്ക് അവിടെ പോസിബിൾ ഉള്ളൂ. കാരണം ബാക്കി 1, 2, 3, 4 വന്നാൽ നമുക്ക് എന്താണ്? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. 500 താഴെ വരും. അപ്പം 100ൻ്റെ പ്ലേസിൽ എന്ത് വരണം? 5 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള നമ്പറുണ്ട്. അപ്പോൾ ഇത് എത്ര രീതി പോസിബിളാണ്? 2 ഡിഫറെൻറ്റ് വേസിലാണ് ഈ ഒരു ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കറിയാം ഇവിടെ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. നോട്ട് അലൗഡ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു നമ്പർ ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി ബാക്കി ഇത് പ്ലേസ് ചെയ്യാൻ എത്ര ഡിഫറെൻറ്റ് വേസ് പോസിബിളാണ്? മൊത്തം 6 ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ മിച്ചം 5 ഡിഫറെൻറ്റ് വേസിൽ ഇവിടെ പോസിബിളാണ്. അടുത്തേക്ക് വരാൻ നേരത്ത് 2 ഓൾറെഡി പ്ലേസ് ചെയ്തു. 4 ഡിഫറെൻറ്റ് വേസിൽ ഇതും പോസിബിളാണ്. നമ്മൾ പക്ഷേ ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും 6ഉം ഇവിടെയും 6 വന്നേനെ. പക്ഷേ റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് 5 × 4 എന്ന് വരും. അതായത് നമ്മൾ ഒന്ന് പ്ലേസ് ചെയ്ത നമ്പർ നമുക്ക് വീണ്ടും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 40 വേസിൽ ഇതെന്താണ്? പോസിബിളാണ്. ഓക്കെ, മനസ്സിലായോ? എളുപ്പമല്ലേ ചെയ്യാൻ? ഇതാണ് കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഉള്ള ഓരോന്നും ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. സിമിലർ ആയിട്ടുള്ളത് ഇത് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒന്ന് പോസ് ചെയ്യുക, തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് തെറ്റി പോവുകയാണെങ്കിൽ നമ്മൾ തെറ്റട്ടെ, നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിക്കാം. അതല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്ര അഡ്വാൻറ്റേജ്, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തന്നെ ചെയ്തേ. ഫസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്യുക. ഫസ്റ്റ് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കുക, ഒരു ടോട്ടൽ 4 ഡിജിറ്റ് ഓഡ് നമ്പർ കണ്ടുപിടിക്കുക, പിന്നെ ഒരു ടോട്ടൽ 3 ഡിജിറ്റ് ഈവൻ നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യമേ വെച്ചേക്കുന്നത് എന്താണ്? ഒരു ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. ജസ്റ്റ് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. ഓൾ ഡിജിറ്റ്സ് ആർ ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. അതായത് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് കേസാണ് അല്ലേ. ഓൾ ഡിജിറ്റ്സ് ആർ ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? 0, തന്നിരിക്കുന്ന നമ്പേഴ്സ് 0, 1, 2, 3, 4, 5. മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 6 ഡിജിറ്റ് ഉണ്ട് അല്ലേ. 6 ഡിജിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മളോട് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം എന്താണ്? ടോട്ടൽ ഒരു 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഒരു 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിനകത്ത് നമുക്കപ്പോൾ 3 ഡിജിറ്റ് നമ്പർ എന്ത് ചെയ്യാം? 3 ബോക്സസ് വരയ്ക്കാം. നമുക്കറിയാം റെപ്പറ്റീഷൻ അലൗഡ് അല്ല. നമ്മുടെ ആദ്യത്തെ ബോക്സ് എത്ര രീതി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും?
ഫസ്റ്റ് ബോക്സ്? നമുക്കറിയാം ഒരു 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ എന്ത് വരും? 0 വരത്തില്ല അല്ലേ? അതായത് ഈ ആദ്യത്തെ ബോക്സിൽ 0 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 0 ഒഴികെ ബാക്കി എല്ലാം പറ്റും. പക്ഷേ ആദ്യത്തെ ബോക്സ് എന്ത് പറ്റില്ല? 0 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് ബാക്കി മിച്ചമുള്ള നമ്പറല്ല ആദ്യത്തെ ബോക്സിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബാക്കി എത്ര മിച്ച നമ്പറുണ്ട്? ഈ 1 to 5 നമ്പേഴ്സ് മാത്രമല്ലേ ആദ്യത്തെ ബോക്സിൽ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ബോക്സ് നമുക്ക് എത്ര പറ്റും? 5 ഡിഫറെൻറ്റ് വേസിലേ പോസിബിൾ ഉള്ളൂ. ഇൻറ്റു, കാരണം ഇവിടെ 0 വന്നുകൊണ്ടാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് 0 വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊരു ഡിഫറെൻറ്റ് കേസാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, 0 വരാൻ നേരത്ത്, കാരണം നേരത്തെ ഇതിന് മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് 0 ഇല്ലായിരുന്നു. ബട്ട് ഇതിനകത്ത് 0 വരുന്നതുകൊണ്ട് അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. സെക്കൻഡ് ബോക്സ് നമുക്ക് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ബോക്സ് ആദ്യത്തെ ഒരെണ്ണത്തിൽ നമ്മൾ 1 ഫില്ല് ചെയ്തു. ബാക്കി നമുക്ക് ടോട്ടൽ 6 ഡിജിറ്റ് ഉണ്ട്. ഇനി മിച്ചം എത്രയുണ്ട്? 5 ഡിജിറ്റ് ആണ്. സെക്കൻഡ് ബോക്സ് നമുക്ക് 0 പോസിബിൾ ആണ്. അപ്പോൾ എന്താണ് ഇതും എന്താണ് 5 ഡിഫറെൻറ്റ് വേസിൽ സെക്കൻഡ് ബോക്സും ഫില്ല് ചെയ്യാം. തേർഡ് എത്ര വരും? നമ്മൾ ഓൾറെഡി 2 നമ്പേഴ്സ് യൂസ് ചെയ്തു, അതുകൊണ്ട് ഇത് എത്ര വരും? 4 ഡിഫറെൻറ്റ് വേസിൽ ലാസ്റ്റത്തെ ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ മൊത്തം അത് ആൻസർ എത്ര വരും? 5 × 5 25, 25 × 4 100 വേസിൽ എന്ത് ചെയ്യാം? 3 ഡിജിറ്റ് നമ്പർ പോസിബിൾ ആണ്. ഇത് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് കേസാണ്. റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിലോ ആ ഒരു കേസോടെ നമുക്ക് ഇതിൻ്റെ പാരലായിട്ട് തന്നെ പറഞ്ഞു പോകാം. അതായത് റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ, ഇഫ് റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ എന്ത് തന്നെ ആദ്യത്തെ ബോക്സ് നമുക്ക് 5 രീതിയിൽ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം 0 എന്നാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ രണ്ടാമത്തെ ബോക്സോ നമുക്ക് ഈ 6 നമ്പേഴ്സ് ഉപയോഗിക്കാം അല്ലേ? 0 ഉൾപ്പെടെ 6 നമ്പേഴ്സ് ഉപയോഗിക്കാം. മൂന്നാമത്തെ ബോക്സോ ഈ 6 നമ്പേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വന്നതിന് ആൻസർ. ഇത് റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കണത് തൽക്കാലം റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് കേസാണ്. അത് 100 വേസിലാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് ടോട്ടൽ 4 ഡിജിറ്റ് ഓഡ് നമ്പർ കണ്ടുപിടിക്കണം. എന്താണ് സെക്കൻഡ് ഓപ്ഷൻ? എന്താണ് 4 ഡിജിറ്റ് ഓഡ് നമ്പർ. തന്നിരിക്കുന്ന നമ്പർ ഉപയോഗിച്ച് 4 ഡിജിറ്റ് ഓഡ് നമ്പറാണ് നമുക്ക് വേണ്ടത്. തന്നേക്കുന്ന നമ്പേഴ്സ് നമുക്കൊന്ന് എടുത്ത് എഴുതാം. തന്നിരിക്കുന്ന നമ്പർ എത്രയൊക്കെയാണ്? അതായത് 0 1 2 3 4 5. ഇത് ഉപയോഗിച്ച് ഓഡ് നമ്പേഴ്സ് 4 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 4 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് വരാനടുത്ത് നമ്മൾ 4 ബോക്സസ് വരയ്ക്കും. ആദ്യത്തെ നമ്മൾ ഇത് തന്നെ ഫസ്റ്റ് ഫില്ല് ചെയ്യാം. നമ്മൾ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ വരാൻ നേരത്ത് നമ്മൾ വൺസിൻ്റെ പ്ലേസ് നമ്മുടെ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യണം അത് ആദ്യമേ ഫില്ല് ചെയ്ത് തുടങ്ങും. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അത് ആദ്യം ഫില്ല് ചെയ്യാൻ നേരത്ത് നമുക്കറിയാം ഇത് എത്ര രീതി പോസിബിൾ ആണ്. ഇവിടെ എത്ര രീതി പോസിബിൾ? നമുക്ക് ഓഡ് നമ്പറാണ് വേണ്ടേ, അതുകൊണ്ട് ഏതൊക്കെ വരാൻ പറ്റും? 1 വരാം, 3 വരാം, 5 വരാം. ഈ 3 എണ്ണല്ലേ വരാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇത് എത്ര രീതി പോസിബിളാണ്? 3 ഡിഫറെൻറ്റ് വേസിൽ ഒന്നാമത്തെ ബോക്സ് പോസിബിളാണ്. ഇനി അടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോവാം. ലാസ്റ്റ് നമ്മുടെ 1000 പ്ലേസ് തൊട്ട് തുടങ്ങാം. അപ്പം ഈ ഒരു ബോക്സ് എത്ര രീതി പോസിബിളാണ്? ഇവിടെ എല്ലാ സംഖ്യകളും നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? 0 യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഇവിടെ 0 യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 0 അവിടെ അലൗഡ് ഇല്ല. അപ്പോഴത്തേക്കും ബാക്കി എത്രയാണ്? അപ്പോൾ 0 പോയി, അപ്പം 0 പോയി. പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ബോക്സിൽ ഒരു നമ്പർ യൂസ് ചെയ്തു. അപ്പോൾ 135 ഒരു നമ്പർ ആദ്യത്തെ ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ്സ് ആണ് വേണ്ടത്. റെപ്പറ്റീഷൻ അലൗഡ് അല്ല. ഓക്കെ, ഈ കണ്ടീഷന് നമ്മളെന്താണ് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ്. അതുകൊണ്ട് ഡിസ്റ്റിൻറ്റ് നമ്പറേ വേണ്ടേ. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ ഈ ബോക്സിൽ ഒരെണ്ണം പോയി 0 പോയി കഴിയുമ്പം ബാക്കി മിച്ചം എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 നമ്പേഴ്സല്ലേ ഇനി മിച്ചമുള്ളൂ അല്ലേ? മൊത്തം 6 ഡിജിറ്റ് നമ്പേഴ്സാണുള്ളത്. അതിനകത്ത് ഒരു നമ്പർ ഫസ്റ്റ് ബോക്സിലും പോയി. 0 നമുക്കിവിടെയും 0 അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൊത്തം നമുക്ക് ടോട്ടൽ 2 ഡിജിറ്റ് നമുക്കിവിടെ 1000 പ്ലേസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കി ഒരു 4 മാത്രമേ ഉള്ളൂ അല്ലേ? ഇൻറ്റു ഇവിടെ വരാൻ നേരത്തോ നമുക്ക് 0 എല്ലാം ഉൾപ്പെടുത്താം. ബട്ട് ഒരു നമ്പർ ഇവിടെയും പോയി, രണ്ടാമത്തെ നമ്പർ ഇവിടെയും പോയി അല്ലേ? ആ 2 എൻഡിലും ഓരോ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിച്ചം എത്രയുണ്ട്? 4 ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. ഇനി ഇവിടെ വരാൻ നേരത്ത് ഇനി എത്ര? 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഇതും പോസിബിളാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4 × 4 16, 3 × 3 9, 16 × 9 നമുക്ക് എത്ര കിട്ടും? 144 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പോസിബിളാണ്. മനസ്സിലായോ? 144 വേസിൽ ഇത് പോസിബിളാണ്. മനസ്സിലായി സംഭവം ചെയ്തത്? 4 ഡിജിറ്റ് ഓഡ് നമ്പറാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? സെയിം സാധനം തന്നെ, ഒരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ, ടോട്ടൽ 3 ഡിജിറ്റ് ഈവൻ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്.
മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? 3 ഡിജിറ്റ് എന്ത് വേണം? 3 ഡിജിറ്റ് ഈവൻ നമ്പർ. ഇതല്ലേ നമ്മളോട് ചോദിച്ചാണേ, 3 ഡിജിറ്റ് ഈവൻ നമ്പർ കണ്ടുപിടിക്കണം. അതും എന്താണ്? ഓൾ ഡിജിറ്റ് ആർ ഡിസ്റ്റിൻ്റ് ആണ്. ടോട്ടൽ 3 ഡിജിറ്റ് ഈവൻ നമ്പർ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന 0 to 5 വരെയുള്ള ഇത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം തന്നേക്കുന്ന നമ്പർ 0, 1, 2, 3, 4, 5 ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഈവൻ ഡിജിറ്റ് വരാൻ നേരത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട്. അതായത് ഞാൻ 3 ഡിജിറ്റ് ഈവൻ നമ്പറാണ്, 2 കേസസ് വരും. കാരണം നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ, അതായത് ഒരു കേസിൽ 0 അറ്റത്ത് വരുന്നു, മറ്റേ കേസിൽ എന്ത് വരും? 0 വരാത്തത്. അങ്ങനെ നമ്മൾ 2 കേസസ് ആയിട്ട് ഇതിനെടുക്കും. കാരണം അത് ഈ 0 എന്ന് പറഞ്ഞ ഒരു ടേം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ഇത് ചെയ്തതുപോലെ ഓഡ് നമ്പർ അല്ലെങ്കിൽ മറ്റേത് ചെയ്തതുപോലെ പോയേനെ. ഇപ്പോൾ 0 എന്ന് പറഞ്ഞ ടേം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യായിരുന്നു. ഇപ്പോൾ 0 ഉള്ളതുകൊണ്ട് നമ്മളിതിനെ 2 കേസസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ? നമുക്ക് ഈവൻ നമ്പേഴ്സിനകത്ത് 0 ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ നമുക്കറിയാം 0, 2, 4 ഈ 3 നമ്പേഴ്സ് ഏതെങ്കിലുമാണ് ഈ വൺസിൻ്റെ പ്ലേസിൽ വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പം ഇങ്ങനെ നമ്മൾ ഇത് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ 0, 2, 4 എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ 3 ഡിഫറെൻറ്റ് വേസിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാനായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. അതായത് 0 ഇവിടെ പറ്റത്തില്ല, പക്ഷേ 0 ഇവിടെ പുട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ 0 ഇവിടെ പറ്റത്തില്ല. പക്ഷേ എന്താ പറഞ്ഞേ, ഈ 2ഉം 4 ഇവിടെ കൊടുക്കുന്ന സ്ഥാനത്ത് 0 നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തൊക്കെ ആഡ് ചെയ്യാം. അതായത് 0യുടെ ഒരു കണ്ടീഷൻ എവിടെയാണ് നമ്മൾ ഇവിടെ വൺസിൻ്റെ പ്ലേസ് 0 ആണോ കൊടുത്തത്, 2 ആണോ കൊടുത്തത്, 4 ആണോ കൊടുത്തത് എന്നുള്ളത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ നേരത്ത്. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ത് ചെയ്യുക, 2 കേസസ് ആയിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ ഇതെടുക്കാൻ നേരത്ത്, അതായത് 0യിൽ എൻഡ് ചെയ്യാനകത്ത്, അതായത് ഈവൻ നമ്പർ എൻഡിങ് ഇൻ 2 and 4. ഇത് നമ്മുടെ ഈവൻ നമ്പർ എന്താണ്? എൻഡിങ് ഇൻ 2 and 4 ആണ്. അപ്പോൾ 2 and 4 ഇത് നമുക്ക് എത്ര വേസിൽ പോസിബിൾ ആണ്? 2 ഡിഫറെൻറ്റ് വേസിൽ ഇത് പോസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഈ നമ്പറോ നമുക്ക് മൊത്തം 6 നമ്പേഴ്സാണ് ഉള്ളത്. അതിനകത്ത് ഒരു നമ്പർ ഇവിടെ പോയി, ഒരെണ്ണം ഇവിടെ ഫില്ല് ചെയ്തു, 2 ഇവിടെ എന്ത് വരില്ല, നമുക്കറിയാം ഈ സ്ഥാനത്ത് 0 വരത്തില്ല, അപ്പോൾ അതും പോയി. മിച്ചം നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വരാൻ നേരത്തോ 1, 2 2 നമ്പേഴ്സ് പോയി, ബാക്കി എത്ര വരും? 4 ഡിഫറെൻറ്റ് വേസിൽ എന്ത് ചെയ്യാം, ഇതും പോസിബിളാണ്. മനസ്സിലായോ? അതായത് ഒരു നമ്പർ, ആദ്യത്തെ നമ്പർ ഇവിടെ പോയി, 2 or 4 ഇവിടെ പോകും, അത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്പർ കട്ടായി പോയി, പിന്നെ 0യും വരത്തില്ല. അപ്പം ബാക്കി മിച്ചം എത്രയാണുള്ളത്? 4 ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് എവിടെ ഉള്ളത്, നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരാൻ നേരത്ത് വീണ്ടും 0 നമുക്ക് നടുക്ക് കൊടുക്കാം. അതുകൊണ്ട് എന്ത് വരും, ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ബാക്കി അത് രണ്ടും ഇപ്പോൾ 2 നമ്പേഴ്സ് മാറ്റാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും, 4 ഡിഫറെൻറ്റ് വേസിൽ സെക്കൻഡ് ബോക്സ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 32 വേസ് അല്ലേ? 32 വേസിൽ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ഓർ ഒന്നെങ്കിൽ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത കണ്ടീഷൻ ഏതാ? ഓർ നമുക്ക് എന്ത് ചെയ്യാം, 0 ഏറ്റവും അറ്റത്ത് കൊടുക്കാം അല്ലേ? വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്ന രീതി കൊടുക്കാം. ഇപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു രീതി മാത്രമേ പറ്റത്തുള്ളൂ. ഇത് എത്ര രീതി പറ്റും? ഇവിടെയാണ്, അതായത് ഇവിടെ എത്ര രീതി പറ്റും? 0 പോയേക്കണേ, ബാക്കി ഈ 5 നമ്പർ നമുക്കിവിടെ പോസിബിൾ അല്ലേ? 0 വരികയാണെന്നേ ഉള്ളൂ. അത് 0 നമ്മൾ എന്ത് ചെയ്യും, 0 വരത്തില്ല. 0 നമുക്കിവിടെ ഓൾറെഡി പോയി. പക്ഷേ ഈ കേസിൽ തന്നെ ഇവിടെ 0 അല്ല വന്നേ, ഇവിടെ ഓൾറെഡി ഈ 5 നമ്പറിനകത്ത് നിന്ന് ഒരു നമ്പരാണ് പോയതുകൊണ്ട് 0യും ഒഴിവാക്കി 2 നമ്പേഴ്സ് ഒഴിവാകുന്നതുകൊണ്ടാണ് ഇവിടെ 4 വന്നത്. പക്ഷേ ഇവിടെ എന്താ, ഒരു നമ്പർ ഒഴിവായിട്ടുള്ളൂ, ഏതാണ്? 0 ആണ്. അത് നമ്മൾ ഫസ്റ്റ് വൺസിൻ്റെ പ്ലേസിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ എത്ര നമ്പേഴ്സ് പോസിബിൾ ആണ്? 5 നമ്പേഴ്സ് ഇവിടെ പോസിബിൾ ആണ്. അതാണ് ആ ഡിഫറൻസ്. മനസ്സിലായോ? ഇവിടെ 4 വന്ന സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 5 വരും. കാരണം എന്താ, 0 ആണ് ഒഴിവാക്കുക, ബാക്കി 1, 2, 3, 4, 5 നമുക്ക് പോസിബിൾ ആണ്. കിട്ടിയോ? അതായത് 0 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ, ബാക്കി 5 നമ്പേഴ്സ് ഇവിടെ പോസിബിൾ ആണ്. ഈ കേസ് വരാൻ നേരത്ത് എത്ര വരും? ഇനി നമുക്ക് ഒരു നമ്പർ ഇവിടെയും പോയി, ഒരു നമ്പർ ഇവിടെയും പോയി, ബാക്കി 4 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഇത് മൊത്തം എത്ര? 20 വേസിൽ അതും പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് വേസിൽ 3 ഡിജിറ്റ് ഈവൻ നമ്പർ പോസിബിൾ ആണ്? അപ്പോൾ ടോട്ടൽ വേസ് എന്ന് പറയുന്നത് ഈ ഈവൻ ഡിജിറ്റിന് വരാൻ നേരത്ത് 3 ഡിജിറ്റ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ വേസ്. ഇത് 2 കേസസ് ആണ്. ഇപ്പോൾ ഇതിനോട് ആഡ് ചെയ്യുക അല്ലേ? 32 +
20 ഈക്വൽ ടു എത്ര കിട്ടും? 52 വേസിൽ എന്താണ് ഇത് പോസിബിളാണ്. മനസ്സിലായോ? ഇനി അടുത്തൊരു PYQ ചെയ്യാം. അതായത് ഹൗ many 3-digit നാച്ചുറൽ നമ്പേഴ്സ് വിത്തൗട്ട് റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്. കണ്ടോ, പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ് ആർ ദെയർ സച്ച് ദാറ്റ് ഈച്ച് ഡിജിറ്റ് ഈസ് ഓഡ് ആൻഡ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5. എല്ലാ ഡിജിറ്റും ഓടും ആയിരിക്കണം, 5 ആയിരിക്കണം. അപ്പം നമുക്കറിയാം ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 5 ആവുകയാണെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. ഈ രണ്ട് കേസസിലാണ് ഒരു നമ്പറിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേ? എല്ലാ ഡിജിറ്റും ഈച്ച് ഡിജിറ്റ് ഈസ് ഓഡ്, അതായത് എത്ര 3-digit നാച്ചുറൽ നമ്പർ എടുക്കുന്നുണ്ടോ അതിനകത്ത് എല്ലാ ഡിജിറ്റും ഓടും ആയിരിക്കണം, അതുപോലെ തന്നെ ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. അപ്പം എല്ലാ ഡിജിറ്റും ഓടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, 5 മാത്രമേ ഏറ്റവും വൺസിൻ്റെ പ്ലേസിൽ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞേക്കണേ ഈച്ച് ഡിജിറ്റ് ഈസ് ഓഡ് എന്നാണ്. ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഈ 5 നമ്പേഴ്സ് അല്ലേ പോസിബിൾ ആയിട്ടുള്ള? 1, 3, 5, 7, 9 അല്ലേ? നമുക്കറിയാം 3-digit നാച്ചുറൽ നമ്പറാണ് നമുക്ക് വേണ്ടത്, വിത്തൗട്ട് റെപ്പറ്റീഷൻ ആണ്. അപ്പം 3 ഡിജിറ്റ് വരയ്ക്കുക. ഇത് ഡിവിസിബിൾ 5 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? 5 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. 5 അല്ലാണ്ട് വേറെ ഒന്നും അവിടെ വരില്ല. ഒരു സംഖ്യ ഡിവിസിബിൾ 5 ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. പക്ഷേ 0 ഇവിടെ പറ്റത്തില്ല, കാരണം നമ്മളോട് ചോദിച്ചുകൊണ്ട് എല്ലാ ഡിജിറ്റും ഓട് തന്നെ വേണം താൻ. അപ്പം ഇത് ഇവിടെ എന്ത് വരും? 5 മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എത്ര വേസിൽ പോസിബിളാണ്? 1 വേസിൽ ഇത് പോസിബിൾ ഉള്ളൂ. ഇനി ബാക്കിയുള്ള എത്ര? 5 പോയി. 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 3, 7, 9 ഉണ്ട്. അതിവിടെ പോസിബിൾ അല്ലേ? ഇവിടെ എത്ര? 1, 3, 7, 9 ഇവിടെ പോസിബിളാണ്. അപ്പോൾ ഈ ഒരു നമ്പർ എത്ര രീതിയിൽ പോസിബിളാണ്? 4 ഡിഫറെൻറ്റ് വേസിൽ ഇത് പോസിബിളാണ്. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ ഒരു നമ്പർ നമ്മളിപ്പം സപ്പോസ് ഇവിടെ ഒരു 1 പുട്ട് ചെയ്താൽ ബാക്കി 3, 7, 9 ഉള്ളൂ ഇവിടെ കൊടുക്കാനുള്ളൂ. അതായത് 3 നമ്പേഴ്സിന് മിച്ചമുള്ളൂ അല്ലേ? അപ്പോൾ ഇത് എത്ര രീതി പോസിബിളാണ്? 3 ഡിഫറെൻറ്റ് വേസിൽ സെക്കൻഡ് ബോക്സും പോസിബിളാണ്. മൊത്തം നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു? 5 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 5 ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. ബാക്കി 4 ഫസ്റ്റ് ബോക്സ് 4 രീതിയിൽ, സെക്കൻഡ് ബോക്സ് 3 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മൊത്തം ഡിഫറെൻറ്റ് വേസ് 12 വേസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 12 വേസിൽ നമുക്കിത് പോസിബിളാണ്. ഇനി അടുത്തൊരു PYQ ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഓഫ് ദ ഫോം 0.xy വേർ എക്സ് ആൻഡ് വൈ ആർ ഡിസ്റ്റൻറ്റ് നോൺ സീറോ ഡിജിറ്റ്? അതായത് ഇത് എത്ര നമ്പർ പോസിബിളാണ്? അതായത് നമുക്ക് തന്നിരിക്കുന്നുണ്ട് 0.xy എന്നിട്ടും ഈ എക്സും വൈയും എന്താണ്? ഡിസ്റ്റൻറ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ്. അതായത് എക്സിനും വൈക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 1, 2, 3 അങ്ങനെ 9 വരെ കൊടുക്കാം. ഓക്കെ, അത് വരെ കൊടുക്കാം, 0 കൊടുക്കാൻ പാടില്ല. അപ്പം ഇത് എത്ര രീതിയിൽ പോസിബിളാണ്? അത് നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? ഡിസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എക്സിന് എത്ര ഡിഫറെൻറ്റ് വേസിൽ എക്സ് പോസിബിളാണ്? 9 ഡിഫറെൻറ്റ് വേസിൽ എക്സ് പോസിബിളാണ്. വൈ എത്ര ഡിഫറെൻറ്റ് വേസിലാണ്? 8 ഡിഫറെൻറ്റ് വേസിലാണ്. കാരണം എന്താ? എക്സ് ഉപയോഗിച്ച നമ്പർ വൈക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല അല്ലേ? ഡിസ്റ്റൻറ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഡിസ്റ്റൻറ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സിന് ഉപയോഗിച്ച നമ്പർ എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല? വൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? 9 × 8 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 72 വേസ്. പെട്ടെന്നല്ലേ കിട്ടിയത്? അപ്പം ഓപ്ഷൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 72 വേസിലാണ് എന്ത് ചെയ്യണം? ഇത് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഇവിടെ ഡിസ്റ്റൻ്റ് അല്ലാണ്ട് റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതായത് ഈ ഒരു കേസിൽ തന്നെ ഡിസ്റ്റൻ്റ് അല്ല റെപ്പറ്റീഷൻ അലൗഡ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമായിരുന്നു? എക്സും 9 വരായിരുന്നു, വൈക്കും 9 വരായിരുന്നു. നമുക്ക് ആൻസർ 81 കിട്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. കാരണം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡിസ്റ്റൻ്റ് ആണ്. ഡിസ്റ്റൻ്റ് അല്ലെങ്കിൽ 81. കാരണം നോക്കി ഓപ്ഷൻസിനകത്ത് 81 അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്, അത് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഓരോ ടേംസ്, ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഡിഫറെൻറ്റ് ബോൾസ് ഐഡൻറ്റിക്കൽ ബോൾ കണ്ട പോലെ അതുപോലെ ഓരോന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ഓരോ ടേംസ് ഇപ്പം റെപ്പറ്റീഷൻ അലൗഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണോ കേസ് ചെക്ക് ചെയ്യുക, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 0 വരാൻ നേരത്ത്, അതായത് നമ്പേഴ്സിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റിനകത്ത് 0 വരാൻ നേരത്ത് വരുന്ന കേസുകൾ ശ്രദ്ധിക്കുക കേട്ടോ. 0 വന്ന് ചെയ്യാൻ നേരത്ത്, കാരണം സാധാരണ നോർമൽ നമ്പർ ചെയ്യുന്ന പോലെയല്ല, 0 വരാൻ നേരത്ത് കുറച്ച് ഡിഫറൻസ് വരും. അതിപ്പോൾ ഓഡ് നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് ഈവൻ നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം താങ്ക് യു.